ഹലോ ഗായ്സ്, അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോവാണ്. ആക്ച്വലി ഞാൻ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൊച്ചു വന്നിരിക്കുന്നതുകൊണ്ട് കൊച്ചുമായിട്ട് നമ്മളിന്ന് ക്രിസ്മസ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് നമ്മൾ അലക്സാണ്ടർ പ്ലാറ്റ്സിലുള്ള ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, അലക്സാണ്ടർ പ്ലാറ്റ്സിൽ ഒരു കുഞ്ഞ് TV ടവർ. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. 8:30 ആകുമ്പോൾ ഇങ്ങനെ സാന്റ ഇങ്ങനെ മേടക്കൂടി ഇങ്ങനെ പറന്നു വന്ന് കാണാം. അപ്പോൾ അത് നമുക്ക് കൊച്ചിനെ കാണിക്കാം. പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം ഒരുങ്ങിയിട്ട് ബാക്കി കാണാം. ഇതാണ് എൻ്റെ കുഞ്ഞ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കുഞ്ഞിൻ്റെ ഔട്ട്ഫിറ്റ് നല്ല ക്യൂട്ട് ഔട്ട്ഫിറ്റാണ്. അങ്ങോട്ട് കാണിക്കാമോ? അങ്ങോട്ട് നോക്കി. അപ്പം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എൻ്റെ ഒരു കുട്ടി സിമ്പിൾ മേക്കപ്പാണ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ഔട്ട്ഫിറ്റ്. ഓക്കെ, കൊച്ചവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ രണ്ടുപേരും കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് വേഗം ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ സിയനയിൽ കയറുവാണ്. സിയനെ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും നോക്കിയിട്ട് വേണം നമുക്ക് പ്രൈമാക്കി പോകാൻ. അപ്പോൾ ഞങ്ങൾ സിയനെ കയറി. എനിക്ക് ഈ ബാഗ് ഇഷ്ടമായി. നല്ല രസമുണ്ട് കാണാൻ. ഗ്രേ കാണിക്കാം അല്ലേ? കൺഫ്യൂസ് വിത്ത് ദിസ് ഗ്രേ കളർ. ഈ ഗ്രേ എടുക്കണോ വൈറ്റ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ബേജ് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ജൂബിലിക്ക് ഗ്രേ ആണ് ഇഷ്ടപ്പെട്ടത്, എനിക്ക് വൈറ്റാണ് ഇഷ്ടപ്പെട്ടത്. സോ ഞാനിതെടുക്കാൻ പോകാം. ഓക്കെ, എനിക്ക് എൻ്റെ കൊച്ചു മേടിച്ചു തന്നു ക്രിസ്മസ് ഗിഫ്റ്റാണ്. കൊള്ളാമല്ലേ? അടിപൊളിയല്ലേ? എനിക്കിഷ്ടമായി. ഇവക്ക് കുറച്ച് പൈജാമാസ് മേടിക്കണം എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വയ്ക്കാൻ വേണ്ടി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പിന്നെ അവൾക്ക് സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. അപ്പോൾ അത് മേടിക്കണം. പിന്നെ എനിക്കൊരു ടേബിൾ ക്ലോത്ത് മേടിക്കണം. പിന്നെ എന്താ മേടിക്കാനുള്ളത്? അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ അലക്സാണ്ടർ പ്ലാറ്റ്സിലെ പ്രൈമാക്കാണിത്. ഇവിടെ കയറി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഓടിയെടുത്ത് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകും. ഞാനിങ്ങനെ മാർക്കി നിൽക്കുക. കച്ചപ്പുറത്തെങ്ങാണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. പൈജാമാസ് പക്ഷെ ഒന്നും കിട്ടിയില്ല. ഞാൻ നോക്കട്ടെ. അവിടെ എവിടാ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇട്ടാൽ. വിൻ്ററിൽ ഇടാനൊക്കത്തില്ല ഇതൊക്കെ, ചൂടിടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ പിന്നൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അലക്സാണ്ടർ പ്ലാറ്റ്സിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ ഇറങ്ങി. ഫെറസ്വീലുള്ള ക്രിസ്മസ് മാർക്കറ്റിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം കുറേ കാര്യങ്ങൾ നോക്കാൻ. ബെർലിൻ ക്രിസ്മസ് മാർക്കറ്റ് അല്ലെങ്കിൽ ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര പോപ്പുലറാണ് കേട്ടോ. അവിടുത്തെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡുകളും ലൈറ്റ്സും ഡെക്കറേഷൻസും ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ജർമ്മനി വന്ന ശേഷമാണ് ഞാനൊരു ക്രിസ്മസ് മാർക്കറ്റ് പ്രോപ്പർലി ഇങ്ങനെ കാണുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല വൈബാണ്. വൈകിട്ട് ചെറിയ തണുപ്പിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ ഇതുപോലെ ലൈറ്റ്സും ആൾക്കാരെയൊക്കെ കണ്ട് പിന്നെ ഇഷ്ടംപോലെ ഫുഡും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ സിറ്റീസിലും ചെറിയ ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പോയി കാണാൻ പറ്റും. ഇപ്പം ഞാനും കൊച്ചും ഇപ്പം 3-4 തവണയാണ് ക്രിസ്മസ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റ് അലക്സാണ്ടർ പ്ലാറ്റ്സിലുള്ള ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ, ബെർലിനിലെ. അപ്പം ഇവിടെ നമുക്ക് ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ സാന്റ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പോകുന്ന കാണാം. അപ്പം അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ മെയിൻലി ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റിന് പകരം ഞങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് മേടിച്ചു കേട്ടോ, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ടുള്ളതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അങ്ങനെ അത് മേടിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ചുറോസ് മേടിക്കാൻ വേണ്ടി ഈ ക്രിസ്മസ് മാർക്കറ്റ് 2 വട്ടം ഞങ്ങൾ കറങ്ങി നടന്നു. പക്ഷെ ഞങ്ങൾ കണ്ടില്ല ചുറോസ് എവിടെ കിട്ടും. ഇങ്ങനെ ഫെറസ് വീലിൽ കയറാൻ തീരുമാനിച്ചു. ജൂബിലി ടിക്കറ്റ് എടുക്കുമല്ലേ നമ്മൾ?
€11 ഒരാൾക്ക്. 2 പേർക്കൂടെ ഒരു €15 ആകും. അപ്പം നമുക്ക് ടിക്കറ്റ് എടുക്കാം. വായോ 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 വായോ. ജ്യോതി കോഫി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞാനും എൻ്റെ കൊച്ചുകൂടെ കയറാൻ പോവാ. കാണിച്ചു തരാം. അതാണ് ഇതിൽ ഓരോരുത്തർ കയറ്റി കയറുക. ഞങ്ങളും കയറാൻ പോവാ. എനിക്ക് പേടിയാ. ഞാൻ പണ്ട് മലപ്പുറത്ത് വെച്ചൊന്ന് കയറിയിട്ടുണ്ടേ. അയ്യോ എൻ്റെ പൊന്നെ, അന്ന് ഞാൻ തീരുമാനിച്ചു കയറത്തില്ലെന്ന്. പക്ഷെ ഇത് ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ കയറാൻ ഭയങ്കര ഒരു കൊതി അല്ലേ ജോലികളെ. ടിക്കറ്റൊക്കെ കൊടുത്തു. കൊച്ചി എക്സൈറ്റഡ് ആണോ? എനിക്ക് പേടിയാ. എനിക്കും. ഓക്കെ, ഞങ്ങളുടെ എത്തി. ഇവരിറങ്ങിയിട്ട് നമ്മൾ കയറും. അയ്യോ ഇല്ല, എത്രാമത്തെ ആരും ഇല്ലെങ്കിൽ കയറാം. ഓക്കെ, കൊച്ചി കയറി. അയ്യോ കർത്താവേ, എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. മനസ്സ് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും ഇതൊരു കിണ്ണം കച്ചി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾക്ക് ഈ ഹോൾ ക്രിസ്മസ് മാർക്കറ്റ് മേളിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. നല്ല രസമാണ്. നമുക്ക് ഒരു 3 റൗണ്ട് ഇവർ ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു, ഫോട്ടോസ് എടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്തു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ജൈൻറ്റ് വീൽ. അങ്ങനെ ജൈൻറ്റ് വീൽ ഇറങ്ങി നേരെ ചെന്നപ്പോൾ സാന്റ വന്നു. അപ്പം ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഗുഡ് നൈറ്റ്.